നിർത്ത് നിർത്ത് സ്റ്റോപ്പ്. ഇത് മറ്റവന്മാരാ. നിനക്കൊന്ന് കിട്ടിയത് പോരായടാ. ഇല്ലെന്ന് പരിസരത്ത് കണ്ടുവരുന്നു. അയ്യോ ഉണ്ണി വിട് വിട്. വിടില്ല, കൊല്ലും ഞാനവനെ. അയ്യോ ഇത് കുക്കാ, കോശി കുക്ക്. നമ്മ റെസ്റ്റോറന്റ് എടുക്കുമ്പോ ഒരു കുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? ഇത് കരിപ്പുഴ ഷാപ്പിലെ സൂപ്പർ ഫുഡ് ഉണ്ടാക്കുന്ന സൂപ്പർ കുക്കറാ. ഇയാളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? പെട്ടിയെടുക്കാൻ മറന്നുപോയി, ഉള്ളത് ബാഗിലാക്കി ഞാനിങ്ങ് പോന്നു. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഇയാളെ ഇങ്ങോട്ട് വിളിച്ചാ പോരായിരുന്നോ? മതിയായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്നെ തല്ലൂലിക്കാനാണ് അന്ന് കത്തെഴുതി വരുത്തിച്ചത്. അത് ഇവനൊരു അബദ്ധം പറ്റിയതാ. അതെ, ഇയാളിപ്പോ വന്ന പോലെ തിരിച്ചു പോകും. ഞാൻ ആവശ്യമുണ്ടെ അറിയിക്കാം. കാശില്ലാണ്ടിരിക്കുമ്പോഴോ ഓരോ കരിമാടികൾ വന്നോളൂ. ഉണ്ണേ എന്താ പേര്? ആഹാ നല്ല പേര്. ഉണ്ണേ, കാശിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇയാളെ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളെ പോലെ ഒരാളെ ഇനി കിട്ടില്ല. ബെസ്റ്റ് കുക്കറാ അയാള്. അയാളുടെ മോന്താണ്ട ബെസ്റ്റ് കള്ളനാന്നേ തോന്നുന്നു. അത് ജന്മനാ ചിലരുടെ മുഖം. നിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വെച്ചുള്ള എഴുത്ത് വിശ്വസിച്ച് ശമ്പള കുടിച്ചു കയറാത്ത ഷാപ്പ് മുതലാളിനെ തെറിയും പിടിച്ച് വെറുതെ ഇരുന്ന അയാളെ തന്ത്രം മോന്തക്കിട്ട് അടിച്ചോണ്ട് ഇറങ്ങി പോന്നവനാണ് ഞാൻ. നീയായിട്ട് എന്റെ പണി കളഞ്ഞ്. അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ. കുറച്ച് താമസം ഉണ്ടാവും. ഏറിയ 1 വീക്ക്. ഇനി എന്റെ ഏറും വീക്കും ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. ആ വീക്കല്ല, ഒരാഴ്ച എന്ന് പറയായിരുന്നു. അതുവരെ കോശി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. എന്റെ താമരാക്ഷം പിള്ള ചേട്ടാ, കോശിയുടെ ഹോട്ടൽ ബില്ല് കൊടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ്. എന്നോടൊന്നും തോന്നരുത്. റെസ്റ്റോറന്റ് ഒന്ന് ചാലുവായി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്തിട്ടേ കൂട്ടത്തിൽ ഒരു 5 പവന്റെ വേറൊന്നും ബോണസ് ആയിട്ട്. അതുവരെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കരുതി കാണാൻ ഭംഗിക്കുറവൊന്നും ഇല്ലട്ടാ. ദയവ് ചെയ്ത് ചെണ്ട കൊട്ടി ഉണ്ണിയെ അറിയിക്കരുത്. ചെണ്ട വിദ്വാനായതുകൊണ്ട് പറഞ്ഞതാ. അവൻ അറിഞ്ഞ എന്റെ മുഖത്ത് ചെണ്ടമേളം നടത്തും. ഈശ്വര, മലയാളത്തിൽ വേണ്ടാത്ത വാക്കുകളൊക്കെ ആദ്യം വേണ്ടാത്ത വാക്കുകൾ മാത്രമല്ല, വേണ്ട വാക്കുകളും എനിക്കറിയാം. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. ഉണ്ണികൃഷ്ണ, എന്തിനാ ഉണ്ണേട്ടിനെ വിളിക്കുന്നേ? നീ മലയാളം സംസാരിച്ചാൽ അവനെ കൂടി അറിയട്ടെ. വേണ്ട വേണം വേണ്ട വേണം. എങ്കിൽ പതക്കം അടിച്ചു മാറ്റിയ കാര്യവും ഞാൻ ഉണ്ണിയേട്ടനോട് പറയട്ടെ. പതക്കത്തിന്റെ കാര്യമൊന്നും അവനോട് പറയാൻ പറ്റില്ല. എന്നാ എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ട. എന്റെ കാര്യം തൽക്കാലം ഉണ്ണിയേട്ടൻ അറിയണ്ടാന്ന്. സുന്ദര, എന്താടാ? ആശ്വാസായി. ഞാൻ വിചാരിച്ചു വിളാരണ്ട് പൊക്കിക്കൊണ്ടുപോയിന്ന്. നീ എന്തിനാ വിളിച്ചു കൂവിയെ? പതക്ക പതക്ക ഈ വെണ്ടക്ക പോലത്തെ, വെണ്ടയ്ക്ക പോലത്തെ പതക്ക, വാഴക്ക പോലത്തെ, ഈ പാവക്ക പോലത്തെ, ഈ കോവക്ക പോലത്തെ. നിനക്ക് എന്താ പറ്റിയത്? ഓ അത് ശരി, നിന്നെ ഇവിടെ തല്ലിയല്ലേ? ഇങ്ങോട്ട് മാറിയുന്നേ. ഇത് ഇവളുടെ സ്ഥിരം പങ്ക്തിയാ. നീ എന്തിനാ അവനെ അടിച്ചത്? ഇവൻ എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയെങ്കിലും എന്റെ അച്ഛന്റെ അകന്ന ബന്ധുവാ. ഇനി ഇവനെ തല്ലിയുണ്ടെങ്കിണ്ടല്ലോ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരും. ഞാൻ ഉമ്മക്ക് തന്നെ. നിനക്ക് എന്താ കുഴപ്പം? എന്നിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കോരി ഞാൻ അനാവശ്യം പറഞ്ഞാൽ എന്താ? അവൾക്ക് മലയാളം മനസ്സിലാവില്ല. എനിക്കറിയാലോ. നിനക്കറിഞ്ഞ എനിക്കെന്താ? പതക്ക? മോൾ ഉദ്ദേശിക്കുന്ന പതക്ക ഇതാണോ? അത് വെണ്ടയ്ക്കാണ്. അവിടെ വെക്ക്. സോറി. ഇതാണ് വണ്ടി. ഭാഗ്യം അവര് നമ്മളെ കണ്ടില്ല. മിണ്ടാതിരി. എന്താ കൈമൾ സാർ? ഒന്നുമില്ല, കൊറേ കാലായാലോ കണ്ടിട്ട്. ഒന്ന് ഷെയ്ക്കൻഡ് എന്ന് പോവാന്ന് വിചാരിച്ചു. ഹലോ, മനുഷ്യത്വം മാത്രം വിചാരിച്ചിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത എനിക്ക് ലോൺ തന്നത്. ഒരു ചെറുപ്പക്കാരനല്ലേ, നന്നാവണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി. അല്ലാതെ താൻ എന്ത് കൊട്ടത്തേങ്ങയുടെ സെക്യൂരിറ്റി എന്നത്? ഒരു സൗമനസ്യം കാണിച്ചു എന്ന് കരുതി അതെന്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കരുത്. എന്നെ വഹിച്ചങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെങ്കിൽ അതങ്ങ് കൊളപ്പള്ളി പറഞ്ഞാൽ മതി. കൈമൾ സാർ, അവര് മിണ്ടി പോകരുത്. തന്നെ പോലെ കുറെ അലപരാധികൾക്ക് ലോൺ കൊടുത്ത് പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ളവരാ ഞാൻ. ഇനി അങ്ങനെ ഒരു മണ്ടത്തരത്തിൽ ഞാനില്ല. ഒന്നും മനഃപൂർവ്വമല്ല, സാറിനെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ന്യായങ്ങൾ ഒരുപാട് പറയാണ്ടാവും. ഇത് എത്രയോ കേട്ട് തഴമ്പിച്ച മക്കളെ. പല നാൾ കള്ളൻ ഒരു നാൾ പിടി. ഒന്നാം പ്രതി ശരിക്കും ചായക്കട കൃഷ്ണപിള്ളയാ. കുറച്ച് നേരുന്നറിയുള്ള മനുഷ്യനായിരുന്നു. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയിട്ടായിരിക്കും അയാളും ഫ്രോഡ് ആയത്. സാർ വെരി ഗുഡ്, എനിക്കിത് മതി. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. അപ്പോഴേ ഇനി ഈ വണ്ടി വിടുന്ന അനങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിക്കണമെങ്കിൽ ഞാൻ തന്ന ലോൺ ഒരാഴ്ചക്കകം പലിശ സഹിതം തിരിച്ചു തരണം. അണ്ടർസ്റ്റാൻഡ്?
ബസന്തിയുടെ ബാണ്ടക്കെട്ടിന് വീണതാ. ഇവിടെ നോക്കട്ടെ. ഇത് കളിത്തോക്ക് ദേ, കണ്ടാ സാധാരണ നമ്മുടെ ബലൂൺകാരില്ലേ അവര് കൊണ്ടുനടക്കുന്ന തോക്കാണിത്. നിനക്കാണാ? മാറ്റി. അവളെന്റെ കൈ കിട്ടിയണ്ടല്ലേ. അയ്യോ അവള് പോയി കാണും. അതെ ദേ, ഞാനൊരു സത്യം പറയട്ടെ, അവള് ശരിക്കും മുറിയക്കാരിയല്ല. അവള് തനി മിണ്ടല്ലേ. എന്നെ കൊണ്ട് സത്യം തുറന്ന് പറയിക്കൂല. പടക്കന്നല്ല പതുക്കെ കെട്ടാൻ പറഞ്ഞതായിരിക്കും. എന്തിനാടാ പാവ എന്നെ കെട്ടണ? പാവോ ഇവളോ? എടാ ഇവളെ ഏതോ ഭീകര സംഘടനയിലെ ആളാ. ഇവൾക്ക് കരാട്ടെ കുങ്ഫു ഒക്കെ അറിയായിരിക്കും. നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം. കണ്ടാ? ഹാൻഡ്സ് അപ്പ്. ഛേ, കെട്ടിട്ടാണ് ആൻസർ പറയുന്നത്. സോറി. നീ എന്താ ഈ കാണിക്കുന്നത്? വേറെ വല്ല ആയതുകൊണ്ടോ നോക്കാം. ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല. അരയിൽ വല്ല ബെൽറ്റ് പോകുമ്പോൾ ഒളിപ്പിച്ചോണ്ടെന്ന് ആർക്കറിയാം? എന്താടി ഇവിടെ? നീ അവിടേക്ക് തൊട്ട് എന്താന്ന് ചോദിച്ചാ കുട്ടി എന്ത് പറയാനാ? ഇവിടെ എന്തോ തടയുന്നുണ്ടാ? ഈശ്വര, ഈർക്കിലി പടക്കോ? അത് ഏലസ് ആയിരിക്കും. ഏലസ്. ആ ഏലസ. ഹാ ഇനി പറ. തൂ ആവാരാഹും. നീ ആരാകുന്നു? നീ കണ്ണു തുറപ്പിക്കല്ലേ, കണ്ണു കുത്തിപ്പൊട്ടിക്കും ഞാൻ. മറിയൻ റഷീദ് ചോദ്യം ചെയ്ത സ്റ്റൈൽ നിനക്കറിയോ? നിന്റെ ഉടുതുണി കംപ്ലീറ്റ് വൃത്തിയോട് സംസാരിക്കരുത്. ഞാൻ മലയാളത്തിലല്ലടാ. അതാണ് പ്രശ്നം. നീ അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കെ, ധൈര്യമായിട്ടിരിക്കെ. തൂക്കും കൊണ്ട് ആരെ കൊല്ലാനാടി നീ നടക്കുന്നത്? അത് പറയാതെ നിന്നെ വിടില്ല. ഇനി വല്ല VIP-മാരെയും. സുന്ദര പോയോ? സുന്ദര, നമ്മുടെ മുഖ്യമന്ത്രിയെ വകവരുത്താൻ കുറെ ഭീകരന്മാരെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വായിച്ചത് ഓർമ്മയില്ല? ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി. ഇന്ന് CM ഷിപ്പ്യാർഡിനടുത്തുള്ള ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടു. 2 ദിവസം മുമ്പ് ഇവൾ എന്നോട് ഷിപ്പ്യാർഡ് എംബ്രാന്താന്ന് ചോദിക്കുകയും ചെയ്തു. അതെന്തിനാടി തിരക്കിയത്? പറയടി, എന്തിനാടി ഷിപ്പ്യാർഡ് എംബ്രാന്താന്ന് തിരക്കിയത്? പറയാൻ. മുഖ്യമന്ത്രിയെ കാണാൻ. മുഖ്യമന്ത്രിയെ കാണാൻ? എന്തിനാ കാണുന്നേ? ഒരു പരാതി പറയണ്ടായിരുന്നു. പരാതിയാ? നീ ഏത് ഭാഷയെ പറയൂടി? മലയാളത്തില്. എന്താ അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ? അങ്ങേർക്ക് മലയാളം അറിയാം, പക്ഷെ നീ എങ്ങനെ മലയാളം? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ? സുന്ദര, ബസന്തി മലയാളത്തിൽ സംസാരിച്ചു. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്താ അറിയണ്ടേ? ഒരു തോക്കുമായി ഞാൻ നടക്കുന്നത് എന്തിനാണെന്ന് അറിയണല്ലേ? കൊല്ലാൻ തന്നെയാ, മറ്റാരെയല്ല, എന്നെ തന്നെ. മരണക്കിടക്കയിൽ വെച്ചാണ് വസുന്ധര, എന്റെ അമ്മ, എന്റെ അച്ഛൻ ആരാണെന്ന് ഞെട്ടിപ്പിക്കുന്ന രഹസ്യം എന്നോട് പറഞ്ഞത്. ഒറീസയിൽ നിന്നെത്തി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അച്ഛൻ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഇനി എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അയാൾ എന്നെ സ്വന്തം മകളായി സ്വീകരിക്കണം, അല്ലെങ്കിൽ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ആ തോക്ക് വെച്ച് എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും. എനിക്കാരുമില്ല. സ്വന്തം എന്ന് പറയാൻ ഒരു പുൽക്കുടി പോലും ഇല്ല എനിക്ക്. അങ്ങനെ പറയരുത്. ഞങ്ങളുണ്ട് ബസന്തിയുടെ കൂടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയണം. ആരാണ് ക്രൂരൻ? ശ്രീധര കൈമൾ, മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ ശ്രീധര കൈമൾ. തൽക്കാലം ആ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും. അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും. എന്തായാലും അവളെ നമ്മളടുത്തേക്ക് കൊണ്ടുവന്ന ദൈവമാ. അവള് വസന്തിയല്ല, പിന്നെ മഹാലക്ഷ്മിയാ.
നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി RC ബുക്കും കൊണ്ടുപോയി ആ ചെറ്റ കൈമൽ തന്നെ RC ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും. എങ്ങനെ? നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും. അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു. ആ കുട്ടി അറിഞ്ഞാലോ? ഒന്നും അറിയില്ല. അപ്പൊ ഒരു കളി കളിക്കാൻ. യെസ് കം ഇൻ. ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് കുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ആ ഹോട്ടലിലാക്കിയിട്ട് ദിവസം 3 ആയി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന ഇരിപ്പിന് അടിച്ചു കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിൽ എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു വിടറാ. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. അത് തന്നെയല്ലേ ഈ മോലാളി പറഞ്ഞത്. അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. കോശി ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൂടെ കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ചിരിച്ചേ. ശരിയൊക്കെ ചെലവിട്ട് മതി. ചിരിക്കാനാ പറഞ്ഞത്. ചിരിപ്പിക്കല്ലേ ഞാൻ ചത്തോ? ചത്തുവോ? എന്നാ ചിരിപ്പിക്കണ സുന്ദരാ. ഇതിന്റെ അകത്ത് ആവശ്യമില്ലല്ലോ. ഇത് മാഗ്നറ്റാ ഇരിക്കട്ടെ. സുന്ദര, ആ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി. ആ. പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആ, ആലിലയിൽ കിടക്കും ചൊറിയ പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള ഉജാല ഉജാല ഉജാല. വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. മിൽമ പ്രസിഡന്റ്. ഞാൻ എവിടെ കിടക്കണ്ടേ? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എടോ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. ഏയ്, സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടർസിൽ കിടന്നോ. ടെറസിലാ? വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ശരി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്. എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോളിൽ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ. ആ, താമരാക്ഷ പിള്ള ബസ്.